വയനാട് അമ്പലവയൽ ഇനി അവക്കാഡോ സിറ്റി. അമ്പലവയലിൽ നടന്ന അവക്കാഡോ ഫെസ്റ്റിവലിൽ കൃഷിമന്ത്രി പി പ്രസാദാണ് പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്ത് അവക്കാഡോ ഉൽപാദനത്തിലും വിപണനത്തിലും ഏറ്റവും മുന്നിലുള്ള പ്രദേശമാണ് അമ്പലവയൽ. ദീർഘകാല വിളകൾ വരുമാനം നൽകാതായതോടെ ഇടക്കാല ആശ്വാസം എന്ന നിലയിലാണ് കുറച്ചു കാലം മുൻപ് വരെ കർഷകർ അവക്കാഡോയെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഗതി സീരിയസ് ആണ്. വിപണിയിൽ നല്ല വില ലഭിക്കാൻ തുടങ്ങിയതോടെ ഒട്ടേറെ കർഷകർ ഈ കൃഷി പരീക്ഷിക്കുന്നു. വലിയ പരിചരണം കൂടാതെ വളർന്ന അവക്കാഡോ ചെടിയിൽ നിന്നും ഒരു സീസണിൽ 5000 രൂപ മുതൽ 50,000 രൂപ വരെ വരുമാനം നേടുന്ന കർഷകരുണ്ട്. ഈ സാഹചര്യത്തിലാണ് കാർഷിക ഗവേഷണ കേന്ദ്രവും ഹിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയും ചേർന്ന് അമ്പലവയലിൽ അവക്കാഡോ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. അമ്പലവയലിനെ അവക്കാഡോ സിറ്റിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയാണ്. അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഇനിയും വരും വർഷങ്ങളിൽ ഇതിന്റെ പുതിയ മേഖലകളിലേക്ക് എത്തിച്ചേരാനായിട്ട് എല്ലാ സഹകരണങ്ങളും RRS നിന്നുണ്ടാവുന്നു. 2 ദിവസത്തെ ഫെസ്റ്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 500ഓളം കർഷകർ പങ്കെടുത്തു. വിദഗ്ധർ നയിച്ച ക്ലാസുകളും സെമിനാറുകളും ഏറെ പ്രയോജനപ്പെട്ടതായും കർഷകർ പ്രധാനപ്രദമായ ധാരാളം അറിവുകൾ കിട്ടി. കാരണം വയനാട്ടിലെ കാപ്പിയും കുരുമുളക് ഇതൊക്കെയാണെങ്കിലും അവക്കാഡോ 20% അവക്കാഡോയ്ക്ക് വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ ഈ സെമിനാർ കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അവക്കാഡോ എന്ന് പറഞ്ഞ പ്രാധാന്യത്തെ പറ്റി ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. വിളവെടുപ്പ് സീസണായ ജൂൺ ജൂലൈ മാസങ്ങളിൽ ടൺ കണക്കിന് അവക്കാഡോയാണ് അമ്പലവയലിൽ നിന്നും കയറ്റിപ്പോകുന്നത്. ചെന്നൈ, മുംബൈ, ഡൽഹി പോലുള്ള വൻ നഗരങ്ങളിൽ ഈ ഫലവർഗത്തിന് നല്ല ഡിമാൻഡുണ്ട്. അമ്പലവയലിനെ അവക്കാഡോ സിറ്റിയായി പ്രഖ്യാപിച്ചതോടെ കൃഷിയുടെ കൂടുതൽ സാധ്യതകൾ പഠിക്കാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. അരുൺ മിൻസൻസ്, ന്യൂസ് ബ്യൂറോ, വയനാട്.